BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. അമ്പലപ്പുഴ MLAയും മുതിർന്ന നേതാവുമായ ജി സുധാകരനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് CPM നേതാവ്. പൊളിറ്റിക്കൽ ക്രിമിനൽ പരാമർശത്തിലാണ് ജി സുധാകരനെതിരെ CPM നിയമ നടപടി എടുത്തിരിക്കുന്നത്. ആലപ്പുഴ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും നഗരസഭയിലെ LDF കക്ഷി നേതാവുമായ VG വിഷ്ണുവാണ് ജി സുധാകരനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചത്. മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ അധിക്ഷേപപരമായ പരാമർശങ്ങൾ നടത്തിയതും പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് വിളിച്ച് അപമാനിച്ചെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടപടി. പൊളിറ്റിക്കൽ ക്രിമിനൽ പ്രസ്താവന പിൻവലിച്ച് ഖേദം പ്രകടനം നടത്തണമെന്നാണ് CPMന്റെ ആവശ്യം. പാർട്ടിയോട് പിണങ്ങി തുടങ്ങിയ കാലം മുതൽ ജി സുധാകരൻ ഉപയോഗിക്കുന്ന വാക്കാണ് പൊളിറ്റിക്കൽ ക്രിമിനൽ. ആലപ്പുഴയിലെ CPM നേതൃത്വത്തെ ക്രിമിനൽ സംഘമാണ് നയിക്കുന്നതെന്ന സൂചനയോടെ സുധാകരൻ ആവർത്തിക്കുന്ന ഈ പ്രയോഗം രാഷ്ട്രീയമായി പാർട്ടിക്കുണ്ടാക്കിയ തിരിച്ചടിയും ചെറുതല്ല. തിരഞ്ഞെടുപ്പ് ജയത്തിനു ശേഷവും സുധാകരൻ ഈ പ്രയോഗത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമായതോടെയാണ് പാർട്ടി നിയമവഴി തേടുന്നത്. MLA എന്ന നിലയിൽ പങ്കെടുക്കുന്ന പൊതുവേദികളിൽ CPMനെതിരെ സുധാകരൻ സംസാരിച്ചാൽ പ്രതിഷേധിക്കുമെന്ന് CPM നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നിയമവഴിയിലൂടെ സുധാകരന്റെ വായ അടപ്പിക്കാനുള്ള പാർട്ടി നീക്കം നടക്കുന്നത്. നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങൾക്ക് 70 ലക്ഷം രൂപ മാനനഷ്ടം നൽകണമെന്നാണ് വക്കീൽ നോട്ടീസിലെ പ്രധാന ആവശ്യം. പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറായില്ലെങ്കിൽ ജി സുധാകരനെതിരെ തുടർ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും VG വിഷ്ണു അയച്ച വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്. CPMവുമായി അകൽച്ചയിലായതിനു പിന്നാലെ H സലാം ഉൾപ്പെടെയുള്ള ആളുകൾക്കു നേരെയായിരുന്നു സുധാകരൻ വിമർശനം ഉന്നയിച്ചിരുന്നത്. ഇക്കൂട്ടത്തിലാണ് VG വിഷ്ണുവിന്റെ പേരും ജി സുധാകരൻ എടുത്തു പറഞ്ഞത്. ഇതാണ് മാനനഷ്ട കേസിലേക്കും വക്കീൽ നോട്ടീസിലേക്കും നയിച്ചത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.